welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കണ്ടല്ലോ, നമ്മൾ ഇന്ന് പോപ്സിക്കിൾ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഗ്ലാസ് പോപ്സിക്കിൾ അല്ലെങ്കിൽ ഫ്രൂട്ട് പോപ്സിക്കിൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഇന്ന് കുറച്ച് ഡിഫറെൻറ്റ് ഫ്ലേവറിലാണ് ഞാൻ ഈ ഒരു പോപ്സിക്കിൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതല്ലാതെയും വേറെയും കുറേ പോപ്സിക്കിൾസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. സമ്മർ റെസിപ്പീസ് നമ്മുടെ കയ്യിൽ ആക്ച്വലി നിറയെ ഉണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സമ്മർ റെസിപ്പീസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് പോപ്സിക്കിൾ ഉണ്ടാക്കേണ്ടത്, ഈ ഒരു ഫ്രൂട്ട് പോപ്സിക്കിൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണണം. അപ്പുറത്ത് പണി നടക്കുകയാണ്, അതുകൊണ്ട് ചെറിയ ബഹളങ്ങളൊക്കെ കേൾക്കും. ചെറുതല്ല, അത്യാവശ്യം നല്ല ബഹളങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. നമുക്ക് പോപ്സിക്കിൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോപ്സിക്കിൾ മോൾഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആമസോണിലൊക്കെ ഈസി ആയിട്ട് വാങ്ങാൻ കിട്ടും. ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിൻ്റെ മേലെ ഉള്ളിലൊരു സ്റ്റിക്ക് ഉണ്ട്, കണ്ടോ. ഇത് നിങ്ങൾ കുറേ പ്രാവശ്യം എൻ്റെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന പോപ്സിക്കിൾ മോൾഡാണ്. ഓക്കെ, ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ കപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് കുത്തി വെച്ചാലും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ആ പേപ്പർ കപ്പ് കീറി കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ പോപ്സിക്കിളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ടത് നാരങ്ങ വെള്ളമാണ്. ഞാൻ ഓൾറെഡി ലെമനേഡ് എങ്ങനെയാണ്, സ്പെഷ്യൽ ലെമനേഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ലെമനേഡ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് വച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇത് വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സാണ്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഞാനിവിടെ കുറച്ച് ഓറഞ്ച് എടുത്തിട്ടുണ്ട്, കുറച്ച് കിവി എടുത്തിട്ടുണ്ട്, കുറച്ച് ബ്ലൂബെറീസ് എടുത്തിട്ടുണ്ട്, കുറച്ച് പോമഗ്രാനേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് കൃത്യമായിട്ടൊരു അളവൊന്നുമില്ല, തോന്നിയ പോലെ. കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇതൊന്നും പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫ്രൂട്ട്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. സോ ഞാൻ ഇതിലേക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത്, ഓക്കെ, ഇതിലേക്ക് ഞാൻ ഓരോ ഫ്രൂട്ട്സായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം കിവി ആഡ് ചെയ്തു, പിന്നെ കുറച്ച് ഓറഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് പല ഫ്ലേവേഴ്സിൽ ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. കുറച്ച് പൊമഗ്രാനേറ്റ്, കുറച്ച് ബ്ലൂബെറി, ഇല്ലെങ്കിൽ കുറച്ച് ഗ്രേപ്സ്, ഏത് വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെച്ചത്, ഇപ്പോൾ ലെമനേഡ് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു നാരങ്ങ വെള്ളം ആയാലും മതി, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഒഴിച്ചു കൊടുക്കാം, അടയ്ക്കുക. ഫ്രീസറിൽ ഏകദേശം ഒരു 8 മണിക്കൂർ. ഞാനിപ്പോൾ രാത്രി ചെയ്തിട്ട് നാളെ രാവിലേക്കാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കറക്റ്റായിരിക്കും. 8 to 10 hours വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നല്ല സൂപ്പർ പോപ്സിക്കിൾ റെഡി ആയിരിക്കും. അപ്പം ഞാൻ ഈ നമ്മുടെ പോപ്സിക്കിൾ ഫ്രീസറിൽ 8 hours വെക്കാൻ പോവാണ്. അതിനുശേഷം 8 hours കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പോപ്സിക്കിൾ ഏകദേശം 8 മണിക്കൂർ ഫ്രീസറിൽ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് ഇളക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ വരുള്ളൂ. കേട്ടോ, നമ്മുടെ പോപ്സിക്കിൾ എല്ലാ കളറും കാണുന്ന കേട്ടോ. മുന്തിരി, ഓറഞ്ച്, കിവി, നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇടാം കേട്ടോ. സ്ട്രോബെറി ഒക്കെ ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ പോപ്സിക്കിൾ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ലെമൺ ഫ്രൂട്ട് പോപ്സിക്കിളാണ്, അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോപ്സിക്കിളാണ്.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാനിത് കഴിക്കട്ടെ. ബൈ ബൈ.